വാർത്തകൾ വിശദമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചെന്ന പരാതിയിൽ ആശുപത്രികൾക്ക് എതിരെ അന്വേഷണ റിപ്പോർട്ട്. മരിച്ച ചവറ സ്വദേശി വേണുവിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അതുപോലെ മെഡിക്കൽ കോളേജ് വരെ ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായി എന്നതാണ് ഇപ്പോൾ ഈ സമിതി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വേണുവിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നവംബറിലാണ് ചവറ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ വേണുവിന് ഹൃദയാഘാതം വരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് വേണുവിനെ ആദ്യം പ്രവേശിപ്പിച്ചത് വീടിനടുത്തുള്ള ചവറ CHSയിലാണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ്. അവിടെ പക്ഷേ വേണുവിന് ഹൃദയാഘാതം, എന്താണ് രോഗം എന്നുള്ളത് കണ്ടെത്താനായി കഴിഞ്ഞില്ല ഡോക്ടർമാർക്ക്. അവിടെ നിന്ന് വേണുവിനെ പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ വേണുവിന് അടിയന്തര ചികിത്സ ലഭിച്ചില്ല. ഹൃദയാഘാതമാണെന്ന് വ്യക്തമായി, പക്ഷേ വേണുവിന് അവിടെ നിന്ന് അടിയന്തര ചികിത്സ ലഭിച്ചില്ല. അടിയന്തര ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ വേണുവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പകരം അവിടെ നിന്ന് ഈ ആൻജിയോഗ്രാം അടക്കം ചെയ്യുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ് ഡോക്ടർമാർ ചെയ്തത്. അങ്ങനെ ആ അടിയന്തര ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടേക്കുള്ള യാത്രയും വൈകി, അതും തിരിച്ചടിയായി. അതുപോലെ തന്നെ ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഒരു കാത്ത് ലാബ് ഉണ്ട്. അത് പക്ഷേ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നില്ല. അത് മുഴുവൻ സമയം പ്രവർത്തിക്കാത്തതും തിരിച്ചടിയായി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ആശുപത്രിയിൽ, ഈ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ ആവശ്യമായ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്തത് പിന്നീട് വേണുവിനെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെയാണ് കുടുംബം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം, അതായത് വേണുവിന് ചികിത്സ കിട്ടിയില്ല എന്ന് പറയുന്നത്. അവിടെ ആൻജിയോഗ്രാമിന് വേണ്ടിയാണ് വേണുവിനെ എത്തിച്ചത്. പക്ഷേ അത് ചെയ്തില്ല. അത് ചെയ്യാൻ ഏതാണ്ട് ഒരാഴ്ചയോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനു മുൻപ് തന്നെ വേണു മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അതിൽ ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിഴവ് ഉണ്ടായി എന്നുള്ളതാണ്, ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ളതാണ്. വേണുവിനെ മെഡിക്കൽ കോളേജിന്റെ ICUവിൽ പ്രവേശിപ്പിച്ചില്ല. ആ ICUവിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു രോഗിയാണ്. പക്ഷേ പകരം മെഡിക്കൽ വാർഡിൽ കിടത്തുകയാണ് ചെയ്തത്. ആ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ വേണുവിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയ എല്ലായിടങ്ങളിലും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഒരിടത്തും ഈ ജീവനക്കാർക്കെതിരെ, ഈ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടിക്ക് ഒരു ശുപാർശയും നൽകിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആകെ പറയുന്നത് കൂട്ടിരിപ്പുകാരോടുള്ള ഈ ജീവനക്കാരുടെ പെരുമാറ്റത്തിലടക്കം മാറ്റം വരേണ്ടതുണ്ട്, അതങ്ങനെ പാടില്ല, നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും കുടുംബം ആരോപിച്ചതുപോലെ തന്നെ വേണുവിൻ്റെ ഈ മരണത്തിൽ ഈ ചികിത്സ കിട്ടാതെ വേണു മരിച്ചു എന്നുള്ള ആരോപണം ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നവംബറിലാണ് വേണുവിന് ഹൃദയാഘാതം വരുന്നതും ഈ ആശുപത്രിയിൽ ഒക്കെ ആദ്യം ചവറ CHSയിലും പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകുന്നത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം വേണുവിന് ഈ ആൻജിയോഗ്രാമിന് ആവശ്യമായിരുന്നു. പക്ഷേ അതിങ്ങനെ ഡോക്ടർമാർ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നീട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് കുടുംബം പറഞ്ഞത്. മാത്രമല്ല, തികഞ്ഞ അവഗണനയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അവിടെയുള്ള ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നേരിട്ടതെന്നുകൂടി ഈ വേണുവിൻ്റെ തന്നെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. വേണു തൻ്റെ
സുഹൃത്തിന് അയച്ച ഒരു ശബ്ദ സന്ദേശം, അത് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ശബ്ദ സന്ദേശം വേണു അയക്കുന്നത്. അതിൽ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ തനിക്ക് ചികിത്സ ലഭിക്കുന്നില്ല, താൻ ഇനി ഇവിടെ നിന്ന് ജീവനോടെ മടങ്ങുമെന്ന് കരുതുന്നില്ല, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഈ ആശുപത്രിയാണ് എന്നുള്ള കാര്യം വേണു തന്നെ സ്വന്തം ശബ്ദത്തിൽ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ ആ ശബ്ദ സന്ദേശം അടക്കം പുറത്ത് വന്നിരുന്നു. മാത്രമല്ല വേണുവിൻ്റെ ഭാര്യയും ഒപ്പം ഉണ്ടായിരുന്നത് വേണുവിൻ്റെ ഭാര്യയാണെന്ന് അവരും അത് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. മരുന്നടക്കം വേണുവിന് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് പോലും കൃത്യമായി നൽകിയില്ല. പിന്നീട് സ്ഥിതി വഷളായ ഘട്ടത്തിൽ മാത്രമാണ് വേണുവിനെ ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ആ ICUവിൽ പ്രവേശിപ്പിച്ച ദിവസം തന്നെ വേണു മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ വേണു ജീവനോടെ ഉണ്ടാകുമായിരുന്നു, വേണു രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളത് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ ആദ്യ വീഴ്ച എന്താണ് വേണുവിന് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ചവറ CHSക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം വേണുവിനെ ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ആ ജില്ലാ ആശുപത്രിയിൽ ഹൃദയാഘാതമാണെന്നൊക്കെ വ്യക്തമായിട്ടും ഒരു അടിയന്തര ചികിത്സ അവിടെ ലഭിച്ചില്ല. ആ അടിയന്തര ചികിത്സ അവിടെ ലഭിച്ചിരുന്നെങ്കിൽ വേണുവിന് രക്ഷപ്പെടാമായിരുന്നു. അതുപോലെ തന്നെ വേണുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ റഫർ ചെയ്തു. പക്ഷേ ആ റഫറൽ വൈകി, അങ്ങോട്ടുള്ള യാത്രയുമൊക്കെ വൈകി. അങ്ങനെ വൈകിയാണ് വേണുവിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. അവിടെ ചെന്നിട്ടും അടിയന്തര ചികിത്സ വേണുവിന് ലഭിച്ചില്ല. അവിടെയും ചികിത്സാ പിഴവ്, മെഡിക്കൽ കോളേജിലെ ICUവിൽ പ്രവേശിപ്പിക്കുന്നതിലടക്കം വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ജീവനക്കാർക്കെതിരെ നടപടിക്കൊന്നും ഈ റിപ്പോർട്ടിൽ ശുപാർശയില്ല. ഇനി ആരോഗ്യ വകുപ്പാണ് ഇക്കാര്യത്തിൽ, ആരോഗ്യമന്ത്രിയുടെ നിലപാടും ഒക്കെ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും കുടുംബം ഉന്നയിച്ചതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന്റെ പിഴവിന്റെ ഭാഗമാണ് തൻ്റെ ഭർത്താവ് മരിച്ചത്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ അച്ഛനായ മരിച്ചത് എന്നുള്ളതാണ് വേണുവിന്റെ കുടുംബം ആരോപിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അത് ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചെന്ന പരാതിയിൽ ആശുപത്രിക്കെതിരെ അന്വേഷണ റിപ്പോർട്ട്. മരിച്ച ചവറ സ്വദേശി വേണുവിന് പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ആന്റണി ജിസോർജാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക്